അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അങ്ങനെ 2024 അവസാന ദിവസം, ഇപ്പം സമയം 9:10. അപ്പോൾ ഏതായാലും 2024 കഴിഞ്ഞില്ലേ, കഴിയാറായില്ലേ. അപ്പം നമുക്ക് ഏതായാലും ഒരു കേക്ക് മുറിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഏട്ടൻ വരുമ്പോൾ ഒരു അടിപൊളി കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആ കേക്ക് മുറിക്കുന്ന വിശേഷങ്ങളും കുറച്ച് കാര്യങ്ങളും നമുക്കൊന്ന് കാണാം. അപ്പോൾ രണ്ടാളും ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ട് കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് നോക്കാം അല്ലേ. ആ കേക്ക് മുറിക്കുന്നത് അവരെ കളിയെല്ലാം കാണാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കേക്കിനോടുള്ളതിനേക്കാളും അവരെ ആ ഒരു സന്തോഷവും അവർക്ക് എന്ത് 2024 2025 എല്ലാം നമുക്കല്ലേ. അപ്പം ഏതായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം മുറ്റത്തു നിന്ന് ഒരു സൗണ്ട് കേട്ടിട്ട് പുറത്തിറങ്ങിയതാണ് കേട്ടോ. അപ്പം വേറെ ഒന്നുമല്ല, 2025 കടക്കുമ്പോഴുള്ള ഒരു പടക്കം, അതായത് വെടിക്കെട്ടിന്റെ സൗണ്ട് കേട്ടിട്ട് ആദ്യം തന്നെ പുറത്തേക്ക് ഇറങ്ങി. അപ്പം അതിനുശേഷം നമ്മൾ അകത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ കേക്കെല്ലാം ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഏതായാലും അതൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ 2025 ഒരു ചവിട്ടുപടിയായി കേക്കൊന്ന് കട്ട് ചെയ്യാം അല്ലേ. അപ്പം എല്ലാവർക്കും പുതിയൊരു പുതുവർഷവും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു. കേക്ക് പുറത്തെടുക്ക്. ഹായ്, മോനോട് വീണു പോറേ അടക്കെ. ഓറഞ്ച് വെൽവെറ്റ്. ഫസ്റ്റ് തന്നെ നമുക്ക് കത്തി ഉദ്ഘാടനം ചെയ്യാം. കത്തി പൊളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ആക്കണം. ഇതെന്റെ ഫേവറേറ്റ് ആക്കണം. കേക്ക് അൺബോക്സ്. അപ്പോൾ ഞാൻ കേക്ക് ഓപ്പൺ ആക്കാം. ന്യൂ ഇയർ കേക്ക്. അടക്കെ ഇത് പിടിക്ക്. കട്ട് ചെയ്യില്ല അമ്മ, കട്ട് ചെയ്യില്ല. ഇത് പിടി. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് നോക്കിയിട്ട് അമ്മ കേക്കിന്റെ സൂം എടുക്കട്ടെ. കേക്ക് സത്യം പറഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ ഒരു റോളും ഇല്ല കേട്ടോ. കേക്ക് തുറന്ന് ഓപ്പൺ ആക്കിയിട്ട് കട്ട് ചെയ്യാനുള്ള തിരക്കിലാണ്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുമിച്ച് നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ രണ്ടാളും കൂടി കേക്ക് കട്ട് ചെയ്ത് കഴിക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പം ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ ചെയ്യണം മോനെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ രണ്ടാൾക്കും ഇത് കിട്ടിയ ആക്രാന്തം കൊണ്ട് ഒന്നും എന്താ പറയണ്ടേ, അവർ വേറെ ഏതോ ലോകത്തെത്തിയ പോലെ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, കട്ട് ചെയ്തിട്ട് കയ്യിൽ കൊടുത്തു. അപ്പോൾ കേക്ക് കട്ട് ചെയ്ത് ഒരു കഷ്ണം അമ്മമ്മക്കും കൊടുത്ത് അങ്ങനെ രണ്ടാളും അടിച്ചങ്ങ് തകർക്കുന്നുണ്ട്. കേക്ക് ഏകദേശം ഒരു 1/4 ഭാഗം തീർന്നു. ഇനിയിപ്പോൾ ഇതെന്തായാലും നാളെ ആകുമ്പോഴത്തേക്ക് എൻ്റെ മക്കൾ രണ്ടാളും കൂടി ഫിനിഷാക്കും. അപ്പോൾ ഒരു ചെറിയ പീസ് ഞാനും എടുത്തു, ഏട്ടനും എടുത്തു കേട്ടോ. അപ്പം നല്ല അടിപൊളി കേക്കായിരുന്നു, നല്ല സൂപ്പർ കേക്കായിരുന്നു. ഓറഞ്ചിൻ്റെ ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. അധികം ഇവിടെ ബ്ലാക്ക് ഫോറസ്റ്റ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതാ വാങ്ങാറുള്ളത്. പക്ഷേ എനിക്കിഷ്ടമില്ലാത്ത കേക്കാണ് ബ്ലാക്ക് ഫോറസ്റ്റ്. എനിക്ക് സാധാരണ നമ്മുടെ വൈറ്റ് കേക്ക്, വാനില അങ്ങനെയുള്ളതായതുകൊണ്ട് ഞാൻ പറഞ്ഞു അത് വാങ്ങണ്ട, എനിക്ക് ഇതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം എൻ്റെ ഇഷ്ടത്തിനാണ് കേക്ക് വാങ്ങിയത്. അമ്മ ഒരു പ്ലേറ്റ് എടുത്താൽ വേറെ കേസ് നോക്കാം. ഇതാ അത് മതി. കുറേ തന്നണ്ട, അമ്മക്ക് പേടിയാണ്. അല്ല അത് ഞാൻ എടുത്തിട്ട് വെക്കും, ഇപ്പുറത്തുനിന്ന് എടുത്തിട്ട് വെക്കുന്നുണ്ടോ. ഹാപ്പി ന്യൂ ഇയർ പറ.
ഹാപ്പി ന്യൂ ഇയർ. ഇങ്ങോട്ട് നോക്കണ കള്ള. ഹാപ്പി ന്യൂ ഇയർ. കേക്ക് എങ്ങനെയുണ്ട്? അടിപൊളിയാ? അടിപൊളിയായി. ഒന്നും പറയണ്ട. സൂപ്പറാ. സൂപ്പർ ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്ക്. അടിപൊളിയായി. ചെയ്ത് നോക്കറോ ഇനി ഒരു കഷ്ണം. ഇത് ഓറഞ്ച് ഫ്ലേവർ ഉള്ളതാന്ന് തോന്നുന്നല്ലേ? ടേസ്റ്റ്. കാശി സ്ഥലം വിട്ടോ? ആ മറ്റേതില്ല, വൈറ്റില്ല. ഇത് വൈറ്റ് ഫോറസ്റ്റ് തന്നെ, പക്ഷെങ്കിൽ ഈ മേലെ ഉള്ളത് ഓറഞ്ചിന്റെ. തണുപ്പ് പോയിട്ട് കൊടുത്താൽ മതി കേട്ടോ. പിള്ളേർ വന്നിട്ട് പിള്ളേർക്ക് കൊടുത്തേ. അപ്പുറത്ത് ആ പിള്ളേരല്ല, കേൾക്കുന്ന കുഞ്ഞുമക്കൾ വരുവാ. ഇപ്പൊ നിവ വന്നിട്ടുണ്ടായിനി. നീ ഇപ്പോലെ കേക്ക് കൊണ്ടുവന്നാ. നിവ വന്നിട്ട് കുറച്ച് സമയം ഉണ്ടായിരുന്നു. നാളെ വിളിച്ചിട്ട് കൊടുത്തേ. നാളെ പകല് വിളിക്കാം, അല്ലെങ്കിൽ ഇത് മൊത്തം രണ്ടാളും തീർക്കും. പിള്ളേർ കൊടുത്തേ, കുഞ്ഞുമക്കളുടെ. കേശു ഒരു കള്ളൻ ഇവിടുന്ന് കേക്ക് തിന്നുന്നുണ്ട്. പാത്രം വരെ നക്കുവായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ.